ബ്രേക്കിംഗ് ന്യൂസ് തുടരുന്നു. സിപിഐഎമ്മുമായി ഇടഞ്ഞു നിൽക്കുന്ന ദേവികുളം മുൻ എംഎൽഎ എസ് രാജേന്ദ്രനെ അനുനയിപ്പിച്ചു. മൂന്നാറിൽ നടക്കുന്ന ദേവികുളം മണ്ഡലം കൺവെൻഷനിൽ രാജേന്ദ്രൻ പങ്കെടുക്കുന്നുണ്ട്. സന്ദീപ് രാജാക്കാട് നൽകും വിവരങ്ങൾ. സന്ദീപ്, ബിജെപിയിലേക്ക് രാജേന്ദ്രൻ പോകുന്നുവെന്ന അഭ്യൂഹങ്ങൾക്കിടയിൽ മുതിർന്ന നേതാക്കൾ ഇടപെട്ടുകൊണ്ടാണ് ഇപ്പോൾ രാജേന്ദ്രനെ അനുനയിപ്പിച്ചതെന്ന് മനസ്സിലാക്കുന്നത്. ഇപ്പോൾ എം മണിയോടൊപ്പം ഒക്കെ ഇരിക്കുന്ന ദൃശ്യങ്ങൾ നമുക്ക് കാണാം. രാജേന്ദ്രൻ ഇപ്പോൾ കൺവെൻഷനിൽ പങ്കെടുക്കുകയും ചെയ്യുന്നുണ്ട്. പ്രശ്നങ്ങളെല്ലാം പറഞ്ഞു തീർത്തോ? മുൻ ദേവികുളം എംഎൽഎ ആയിരുന്നു എസ് രാജേന്ദ്രൻ. സിപിഎമ്മുമായി വിവിധ വിഷയങ്ങൾ, പ്രത്യേകിച്ച് കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്തൊക്കെ നടപടി നേരിട്ടതിന് പിന്നാലെ ഇടഞ്ഞു നിൽക്കുകയായിരുന്നു പാർട്ടിയുമായി. അതിനിടെയാണ് പത്മജ വേണുഗോപാൽ ബിജെപിയിലേക്ക് ചേക്കേറിയതിനു ശേഷമാണ് എസ് രാജേന്ദ്രൻ ബിജെപിയിലേക്ക് പോകുന്നുവെന്ന അഭ്യൂഹങ്ങൾ ശക്തമാകുകയും ചെയ്തത്. പക്ഷേ സന്ദീപ് രാജാക്കാടുണ്ട്. സന്ദീപ്, ഞാൻ നേരത്തെ ചോദിച്ചത് ഈ പ്രശ്നങ്ങളെല്ലാം പറഞ്ഞു തീർത്തോ? ഈ രാജേന്ദ്രൻ ഇപ്പോൾ LDF കൺവെൻഷനിൽ എത്തിയിരിക്കുന്നു. തീർച്ചയായിട്ടും LDF കൺവെൻഷനിലേക്ക് രാജേന്ദ്രൻ എത്തിയിരിക്കുന്നു. കഴിഞ്ഞ ആഴ്ച പോലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് രാജേന്ദ്രനോട് സംസാരിക്കുമ്പോൾ രാജേന്ദ്രൻ വ്യക്തമാക്കിയിരുന്നത് ഒരു തിരിച്ചുപോക്കിന് തയ്യാറാകണമെങ്കിൽ തന്നെ മനസ്സിലാക്കണം, തന്റെ ഭാഗത്ത് വീഴ്ചയില്ല എന്ന നേതൃത്വത്തിന് ബോധ്യപ്പെടണം. ഒപ്പം തന്നെ പ്രധാനമായ ആരോപണം ഉന്നയിച്ചിരുന്നത് KVS ശശിയുമായി ഒത്തു മുന്നോട്ട് പോകുവാൻ കഴിയാത്ത ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. അത് ആവർത്തിക്കുകയും ചെയ്യുന്നു രാജേന്ദ്രൻ. എന്നാൽ അതിനുശേഷമാണ് CPM-ന്റെ ഉന്നത നേതാക്കന്മാരടക്കം രാജേന്ദ്രനുമായി കൂടിക്കാഴ്ച നടത്തുകയും ഇന്നിപ്പോൾ തെരഞ്ഞെടുപ്പ് കൺവെൻഷനിലേക്ക്, ദേവികുളം നിയോജക മണ്ഡലം തെരഞ്ഞെടുപ്പ് കൺവെൻഷനിലേക്ക് രാജേന്ദ്രൻ എത്തുകയും ചെയ്തിരിക്കുന്നത്. MM മണി അടക്കമുള്ള, ഈ രാജേന്ദ്രനെതിരെ രൂക്ഷമായി വിമർശനം ഉന്നയിച്ചിട്ടുള്ള MM മണി അടക്കമുള്ള ആളുകൾ പങ്കെടുക്കുന്ന വേദിയിലാണ് രാജേന്ദ്രൻ എത്തിയിരിക്കുന്നത് എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. 2021 തെരഞ്ഞെടുപ്പിൽ രാജിക്ക് വേണ്ടിയുള്ള തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിൽ വീഴ്ചയുണ്ടായിട്ടുണ്ട് എന്നുള്ള ആരോപണത്തിന്റെയും പരാതിയുടെയും അടിസ്ഥാനത്തിലായിരുന്നു രാജേന്ദ്രനെതിരെ അന്വേഷണ കമ്മീഷനെ വെക്കുകയും തുടർന്ന് നടപടിക്ക് ജില്ലാ എക്സിക്യൂട്ടീവ് അടക്കം ശുപാർശ ചെയ്യുകയും ചെയ്ത് നടപടിയിലേക്ക് കടന്ന പാർട്ടി അംഗത്വത്തിൽ നിന്ന് പുറത്താക്കുന്നത്. അതിനുശേഷം പാർട്ടി അംഗത്വം പുതുക്കുന്നതിന് വേണ്ടിയിട്ട് രാജേന്ദ്രനുമായി നടത്തിയ ചർച്ചകളുടെ അടിസ്ഥാനത്തിൽ പുതുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടി സ്വീകരിക്കുവാൻ പ്രാദേശിക നേതൃത്വം ആവശ്യപ്പെടുമ്പോൾ പോലും രാജേന്ദ്രൻ അത്തരം നടപടിയിലേക്ക്, ഇല്ലെങ്കിൽ പാർട്ടി മെമ്പർഷിപ്പ് പുതുക്കുന്നതിലേക്ക് ഇപ്പോൾ കടക്കുന്നില്ല, അത്തരമൊരു തീരുമാനം എടുത്തിട്ടില്ല എന്നുള്ളതായിരുന്നു വ്യക്തമാക്കുന്നത്. അതിന്റെ കാരണമെന്ന് പറയുന്നത് KVCC അടക്കമുള്ള ആളുകൾ തനിക്കെതിരെ കെട്ടിച്ചമച്ച ആരോപണമായിരുന്നു. ഇത് അത്തരത്തിൽ കഥകൾ കെട്ടിമെനഞ്ഞുണ്ടാക്കുന്ന ആളുകൾക്കൊപ്പം തുടരുവാൻ കഴിയില്ല എന്നായിരുന്നു രാജേന്ദ്രന്റെ പ്രതികരണം അപ്പോൾ ഉണ്ടായിരുന്നത്. എന്നാൽ അതിനുശേഷവും അതിനിടയിൽ BJP-യിലേക്കും CPI-യിലേക്കും ഒക്കെ രാജേന്ദ്രൻ പോകുമെന്നുള്ള വാർത്തകൾ പുറത്തു വന്നിരുന്നു. എന്നാൽ അതെല്ലാം രാജേന്ദ്രൻ നിഷേധിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. അതിനുശേഷവുമാണ് ഇപ്പോൾ പാർട്ടി നേതൃത്വവുമായിട്ടുള്ള കൂടിക്കാഴ്ച നടത്തിയിരുന്നത്. ഒരുപക്ഷെ MB ഗോവിന്ദൻ, പാർട്ടി സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള MB ഗോവിന്ദനെ നേരിൽ കണ്ട് ഇക്കാര്യങ്ങൾ രാജേന്ദ്രൻ വ്യക്തമാക്കിയിരുന്നു. ആ കാര്യങ്ങളിൽ നടപടിയൊന്നും ഉണ്ടായിട്ടില്ല എന്ന് രാജേന്ദ്രന്റെ വെളിപ്പെടുത്തൽ മുമ്പ് പുറത്തു വരികയും ചെയ്തിരുന്നു. ഒരുപക്ഷെ സംസ്ഥാന നേതൃത്വത്തിന്റെ തന്നെ ഒരു ഇടപെടൽ ഈ വിഷയത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. കാരണം തെരഞ്ഞെടുപ്പ് കാലമാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു വിഷയത്തെ നയപരമായി കൈകാര്യം ചെയ്യേണ്ട ഒരു സാഹചര്യം പ്രത്യേകിച്ച് മൂന്നാർ പോലുള്ള ഒരു പ്രദേശത്ത് നിലനിൽക്കുന്നു എന്നുള്ള ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിൽ രാജേന്ദ്രനുമായിട്ടുള്ള ഒരു വിഷയം രമ്യതയിൽ പറഞ്ഞു തീർക്കുവാനുള്ള അനുനയ നീക്കം നടത്തിയത്. ശരി, ഏതായാലും അനുനയ നീക്കങ്ങൾ ഫലം കണ്ടിരിക്കുകയാണ്. ദൃശ്യങ്ങളിൽ കാണാം നേതാക്കളുമായി സംസാരിക്കുന്ന, അവരോടൊപ്പം അടുത്ത് ഇടപഴകുന്ന എസ് രാജേന്ദ്രനെ തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. പ്രശ്നങ്ങളെല്ലാം പറഞ്ഞു തീർത്തു എന്നാണ് സന്ദീപ് രാജാക്കാട് റിപ്പോർട്ട് ചെയ്യുന്നത്. തെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപ് BJP-യിലേക്ക് രാജേന്ദ്രൻ പോകുന്നു എന്ന അഭ്യൂഹങ്ങൾക്കിടെയാണ് ഇത്തരത്തിലൊരു അനുനയ നീക്കം CPM-ന്റെ നേതാക്കളുടെ ഫലം കണ്ടിരിക്കുന്നത്.